ഹലോ ഗൈസ്, ഞാൻ ഫോണിങ്ങനെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് രാവിലെ തന്നെ ഒരുപാട് പേരുടെ മെസ്സേജ് കണ്ടാണ് നമ്മൾ രാവിലെ എണീക്കുന്നത്. ഒരുപാട് മെസ്സേജ് വാട്സപ്പ് സർവീസിനകത്ത് അങ്ങനെയൊക്കെ ഒന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇതുപോലെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും. ഇതുപോലെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്തൊക്കെയാണ് ചേട്ടാ സംഭവം, എന്താണ് സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്ത് രാവിലെ തന്നെ ഗൈസ്. അതായത് ഇന്നലെ ഒരുപാട് പേര് നമ്മൾ ഈ ഒരു കാര്യം ചോദിച്ചാൽ, ചേട്ടാ ഞാൻ ലൈവ് പോകുന്നില്ല, പക്ഷേ എൻ്റെ ഞാൻ ഇന്നേ വരെ ലൈവ് പോകാത്ത ചാനലാണ്. അപ്പോൾ എന്നിട്ടും എൻ്റെ പ്രൊഫൈലിനകത്ത് കുറേ പേര് ഈ ലൈവ് എന്നാണ് ഓപ്ഷൻ കണ്ടു എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ലൈവ് പോകാത്ത ചാനലിനകത്താണ് തന്നെ നമ്മുടെ പ്രൊഫൈൽ, നമുക്കറിയാം, നിങ്ങൾ പ്രൊഫൈൽ കാണുന്ന സമയത്ത് അവിടെ ഇങ്ങനെ റൗണ്ടിൽ ലൈവ് എന്ന് എഴുതിയിട്ട് റെഡ് കളറിലൊരു റൗണ്ടിൽ നമ്മൾ കാണിക്കും. അതാണ് നമ്മൾ ലൈവ് പോകുന്ന സമയത്ത് നമുക്ക് കാണാം, നമ്മുടെ ചാനലിനകത്ത് ലൈവ് എന്നുള്ള ഓപ്ഷൻ അവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ ലൈവ് പോകാത്ത ചാനൽ അങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നെ ലൈവ് ചെയ്ത് എൻഡ് ചെയ്തിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും ആ ഒരു ലൈവിൻ്റെ ഓപ്ഷൻ അവിടെ ഇങ്ങനെ റൗണ്ടിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു എററാണ് സംഭവം. ഓക്കെ, ആ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ എററാണ്. അത് ക്ലിയർ ആക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ എററാണ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു നോട്ടിഫിക്കേഷൻ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു അറിയിപ്പ് തന്നതാണ്. അപ്പോൾ യൂട്യൂബിൻ്റെ ഭാഗത്ത് എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും, നമുക്കറിയാം യൂട്യൂബിൻ്റെ ഭാഗത്ത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും യൂട്യൂബ് അതൊരു നോട്ടിഫിക്കേഷനായിട്ട് അയക്കുന്നതായിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സംഭവമാണ്. അപ്പോൾ ഞാനൊരു വീഡിയോ ജസ്റ്റ് പറയാമെന്ന് വിചാരിച്ചിട്ട് മാത്രം ചെയ്തതാണ്. അപ്പോൾ അതാണ് നമുക്കൊരു വാർണിംഗ് നോട്ടിഫിക്കേഷനായിട്ട് വന്നേക്കുന്നത്.